പാർത്ഥ, സന്ദീപ് വാര്യർ അങ്ങനെ ചുമ്മാ ഒന്നും ഇരിക്കുന്നില്ല. BJP-യിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം സന്ദീപ് BJP-യെ നന്നാക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്, കോൺഗ്രസിൽ ചെന്നിരുന്നിട്ട്. ഇപ്പോ മെക്സവനെ കുറിച്ച് ആരോപണം ഉന്നയിച്ച P. മോഹനനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാക്കണമെന്നാണ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലൂടെ പറയുന്നത്. അതായത് സുരേന്ദ്രന്റെ നാടായ ഉള്ളേരിയിൽ പോലും മെക്സവന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാത്ത BJP അധ്യക്ഷൻ ഉള്ള നാട്ടിൽ P. മോഹനൻ അത് അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് മോഹനെ നോമിനേറ്റ് ചെയ്യാം എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. സത്യത്തിൽ എന്താണ് സന്ദീപിന്റെ പ്രശ്നം? അല്ല, സന്ദീപിന്റെ പ്രശ്നം എന്താണ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് സന്ദീപ് വാര്യർ പറഞ്ഞ ഈ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് അതിൽ പ്രസക്തിയുണ്ടോ എന്നതിനെ പറ്റിയാണ് കൂടുതൽ സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് പോയി. പക്ഷേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് K. സുരേന്ദ്രനെ അട്ടപ്പട്ടലം ട്രോൾ ചെയ്തതാണ് സന്ദീപ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള P. മോഹനൻ മാസ്റ്റർ ഈ പറയുന്ന മെക്സവനെതിരായിക്കൊണ്ട് കൃത്യമായ ആരോപണം ഉന്നയിച്ചു. അതൊരു തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്, ഒളിച്ചുകടത്തലാണ്, PFIയുടെ പുതിയ രൂപമാണ് എന്നൊക്കെയാണ് മോഹൻ മാസ്റ്റർ പല വേദികളിൽ പറഞ്ഞത്. അവസാനം അതിൽ നിന്ന് പിന്മാറി. അപ്പോൾ സന്ദീപ് വാര്യർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ഈ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മനസ്സിലാക്കിയ കാര്യങ്ങൾ ഈ പറയുന്ന BJP-യുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള K. സുരേന്ദ്രന് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, ഒരു ജില്ലാ സെക്രട്ടറിക്ക് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ഇതൊന്നും അറിയുന്നില്ല. ഇദ്ദേഹം ഏത് ലോകത്താണ് എന്നതാണ് ഒരു ചോദ്യം. ഇത് വളരെ കാര്യഗൗരവമുള്ളതല്ലേ? മറ്റു വിഷയങ്ങളെല്ലാം നമുക്ക് മാറ്റിവെക്കാം. സന്ദീപ് ഉന്നയിച്ച ഈ വിഷയം വളരെ ഗൗരവമുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം P. മോഹൻ മാസ്റ്റർ എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലക്കാരനാണ്, കോഴിക്കോട് ജില്ലയിലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളാണ്. അതേപോലെ തന്നെ K. സുരേന്ദ്രൻ എന്ന് പറയുന്ന BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ കോഴിക്കോട് ജില്ലക്കാരനാണ്. കോഴിക്കോട് ജില്ലയും മലപ്പുറം ജില്ലയുമായിട്ടാണ് ഈ മെക്സവന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഈ പറയുന്ന ഉള്ളിയേരി എന്ന് പറയുന്ന സ്ഥലം K. സുരേന്ദ്രന്റെ സ്വന്തം തട്ടകമാണ്. അതായത് സ്വന്തം വാർഡ്, സ്വന്തം വീട് നിൽക്കുന്ന സ്വന്തം വാർഡിലെ കാര്യങ്ങൾ പോലും K. സുരേന്ദ്രൻ അറിയുന്നില്ലേ എന്നാണ് സന്ദീപ് വാര്യർ ചോദിച്ചത്. മെക്സവനെ പറ്റി പറയുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും മെക്സവൻ ഒരു നിരപരാധികളുടെ ഒരു കൂട്ടായ്മയാണ് എന്നൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം NDF എന്ന് പറയുന്ന നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന പേരിൽ നാദാപുരത്ത് തുടങ്ങിയ ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. ആ കൂട്ടായ്മയിൽ നിന്ന് തുടങ്ങി ആ കൂട്ടായ്മ ആരംഭിച്ചത് ഇങ്ങനെ ഒരു വ്യായാമത്തിലൂടെയായിരുന്നു. വ്യായാമ കൂട്ടായ്മ ഉണ്ടാക്കി അതിൽ നിന്ന് ആരോഗ്യ സമ്പത്ത് വളർത്തിയെടുക്കുക. ശാഖയിൽ കൊടുക്കുന്ന ചില എക്സസൈസുകൾ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ശാഖയിൽ കൊടുക്കുന്ന അതിൽ പറയാം ഈ പറയുന്ന പരിശീലനങ്ങൾ, ആ പരിശീലനങ്ങൾക്ക് ബദലായിക്കൊണ്ട് മറ്റൊരു പരിശീലനം എന്നുള്ള നിലയിൽ നാദാപുരത്ത് തുടങ്ങിയ നാദാപുരം ഡിഫൻസ് ഫോഴ്സ് പിന്നീട് പട്ടികളെ വെട്ടിപ്പടിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് നാദാപുരം ഡിഫൻസ് ഫോഴ്സ് നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ടായി. ആ നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് വളർന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കക്ഷിയായി മാറി. അത് ഈ രാജ്യത്തെ ഒട്ടാകെ ജനങ്ങളുടെ വലിയ ഭീഷണിയായി മാറി. അവസാനം അത് കേന്ദ്രത്തിന് നിരോധിക്കേണ്ടി വന്നു. ഇതേപോലുള്ളൊരു ഒളിച്ചു കടത്തൽ ഈ പറയുന്ന മെക്സവനിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മെക്സവൻ എന്ന് പറയുന്നത് അതിൻ്റെ ആരംഭത്തിൽ വളരെ നല്ല ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ഒന്നാണ്. പക്ഷേ അതിനെ ആരൊക്കെയോ ചേർന്ന് ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിന് അറിയാത്തതാണോ? ഇതാണ് ചോദ്യം. രണ്ട്, ഈ പറയുന്ന മോഹൻ മാസ്റ്റർ ഇത് കൃത്യമായി മനസ്സിലാക്കുകയും മോഹൻ മാസ്റ്റർ ഇത് പറയുകയും ചെയ്തു. പക്ഷേ മുകളിൽ നിന്ന് കണ്ണുരുട്ടിയപ്പോൾ NIA വരുമെന്നായപ്പോൾ ഈ പറയുന്ന മോഹൻ മാസ്റ്റർ ഇതിൽ നിന്ന് പിന്മാറുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്തായാലും സന്ദീപ് വാര്യർ ഈ കാര്യത്തെ അനുകൂലിക്കുന്നില്ല. സന്ദീപ് വാര്യർ പറയുന്നത് ഇത് ഒരു വ്യായാമ കൂട്ടായ്മ മാത്രമാണ്, അതിൽ അപ്പുറത്തേക്ക് വേറെ പ്രശ്നങ്ങളില്ല, ഇതൊരു മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുകയാണ് എന്നാണ് സന്ദീപ് വാര്യരുടെ അഭിപ്രായം. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പക്ഷേ ഇതിൽ ഏത് തരത്തിലെടുത്തു കഴിഞ്ഞാലും ഇതിലൊരു ബുദ്ധിമുട്ടുണ്ട്. സന്ദീപ് വാര്യർ പക്ഷേ അമിത്ഷായൊക്കെ എടുത്തു പറഞ്ഞു അല്ലേ? ഞാനൊരു കാര്യം, ഒരു സംശയം ചോദിക്കട്ടെ ഭർത്ത. ഇതിൽ മുസ്ലിം ലീഗിന്റെ ചില നേതാക്കൾ വരെ ഈ വ്യായാമ കൂട്ടായ്മയിൽ പങ്കെടുത്തു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അല്ല, എത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോ ഈ സന്ദീപ് വാര്യർ ഇപ്പോ ഇതിലിരുന്നു കൊണ്ട് തന്നെ ഇത് സുരേന്ദ്രൻ അറിഞ്ഞിട്ടില്ല, പക്ഷേ മോഹൻ മാസ്റ്റർ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് സന്ദീപ് വാര്യർ എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്? സന്ദീപ് വാര്യർ പരിഹസിച്ചതാണ് യഥാർത്ഥത്തിൽ. സന്ദീപ് വാര്യർ പറഞ്ഞത് ഈ പറയുന്ന നിങ്ങളുടെ കേന്ദ്ര ഏജൻസികൾക്ക് അറിയാൻ പറ്റാത്ത കാര്യം, ഇതിലൊരു തീവ്രവാദമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത കാര്യം മോഹൻ മാസ്റ്റർക്ക് മനസ്സിലായിരിക്കുന്നു. ആ മോഹൻ മാസ്റ്റർക്ക് മനസ്സിലാക്കിയ കാര്യം പോലും K. സുരേന്ദ്രന് മനസ്സിലാവുന്നില്ല. ഒന്ന്. രണ്ടാമത്തത്, മോഹൻ മാസ്റ്റർക്ക് അങ്ങനെ കേന്ദ്ര ഏജൻസികളെക്കാൾ മിടുക്ക്
ഈ കാര്യത്തിലുണ്ടെങ്കിൽ അമിത്ഷായെ രാജിവെപ്പിച്ച് നിങ്ങൾ മോഹൻ മാസ്റ്ററെ ആഭ്യന്തരമന്ത്രിയാക്കൂ എന്ന പരിഹാസമാണ് സന്ദീപ് വാര്യർ അവിടെ നടത്തിയത്. പിന്നെ മെക്സവനെ അനുകൂലിക്കുകയാണ്, അത് അനുകൂലിക്കുകയാണ്, എന്നിട്ട് പരിഹസിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിന്റെ യാഥാർത്ഥ്യം, അതിലൊരു യാഥാർത്ഥ്യം ഉണ്ടല്ലോ തന്നെയാ. അതായത് ഈ മെക്സവനുമായി ബന്ധപ്പെട്ട് ഇവർ ഒളിച്ചു കടത്തലുകൾ നടത്തുമ്പോൾ ഇവരെന്താ ചെയ്തത്? ഇപ്പൊ ധന്യ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ ഇതിലേക്ക് ഇവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ പല നേതാക്കളുമാണ് പല പ്രാദേശികമായി ഇത് സംഘടിപ്പിക്കുന്നത്. അപ്പം മുസ്ലിം ലീഗ് ഉണ്ട്, പബ്ലിക് ആയിട്ട്, അതായത് പൊതു രംഗത്തേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇവർ വരുന്നില്ല. പക്ഷേ ഇതിന്റെ അഡ്മിന്മാരെ തേടി ചെല്ലുമ്പോഴാണ് ഇത് എന്താണ് എന്ന് മനസ്സിലാവുന്നത്. ഇതിന്റെ അഡ്മിന്മാർ പലപ്പോഴും പോപ്പുലർ ഫ്രണ്ട്, നിരോധിക്കപ്പെട്ട സംഘടനയുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത് യോഗ, എയറോബിക് എക്സസൈസ് തുടങ്ങിയ കുറേ ഇത്തരം കുറേ സാധനങ്ങൾ ചേർത്തുകൊണ്ടാണ് ഇവർ ഈ സാധനം ചെയ്യുന്നത്. അതിൽ തന്നെ ഒരു ഭാഗത്തു നിന്ന് വിമർശനം വരുന്നത് യോഗ എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ സനാതന ധർമ്മത്തിൽ നിന്ന് ഉണ്ടായി വന്ന ഒരു സംഭവമാണ്. യോഗ ചെയ്യുമ്പോൾ ആ യോഗ വെറും എക്സസൈസായി ചെയ്തുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. യോഗയിൽ പല സ്റ്റെപ്പുകളുണ്ട്. അതിൽ ഇപ്പോൾ യോഗയുടെ വിജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക, പതഞ്ജലി മഹർഷി എന്ന് പറയേണ്ടി വരുമല്ലോ. യോഗയിൽ ചില പ്രാർത്ഥനകളുണ്ട്, തന്നെയൊക്കെ അറിയാമായിരിക്കും. അപ്പം ഈ പ്രാർത്ഥനകളുണ്ട്, ധ്യാനമുണ്ട്, മെഡിറ്റേഷനുണ്ട്, അതിന് പ്രത്യേക കാര്യങ്ങളുണ്ട്. അപ്പോൾ മതേതര യോഗ അങ്ങനെ ഒരു യോഗയൊന്നുമില്ല, യോഗ ഒരു യോഗ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഈ ഇസ്ലാമികമായിട്ടുള്ള കമ്മ്യൂണിറ്റി അതിലേക്ക് കൂടുതൽ വരുന്നതിനെ ഭയന്നുകൊണ്ട് അതിനെ ഒന്ന് മറികടക്കാൻ വേണ്ടി യോഗയും എയറോബിക്കും എല്ലാം കൂടി ചേർത്ത് കൊണ്ടൊരു സാധനം തുടങ്ങിയതാണോ എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഞാൻ ധന്യ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. സന്ദീപ് വാര്യർ വളരെ കൃത്യമായി മെക്സവനെ അനുകൂലിക്കുന്നു. ഇതൊരു വ്യായാമ കൂട്ടായ്മയാണ്. അഭിൻ വർക്കി, അതുപോലെ തന്നെ ഈ പറയുന്ന മുഹമ്മദ് റിയാസ് ഇതിന് അനുകൂലമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ശാഖ തുടങ്ങുമ്പോൾ അതിന്റെ അകത്ത് നിങ്ങൾക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് മെക്സവനിൽ നിങ്ങൾ കാണുന്നത് എന്നൊക്കെ അഭിൻ വർക്കി ചോദിച്ചിട്ടുണ്ട്. അതെ, അഭിൻ വർക്കി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ VK ശ്രീകണ്ഠൻ ഇത് ഉദ്ഘാടനം ചെയ്ത ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അഹമ്മദ് ദേവർകോവിൽ ഒരു വിഭാഗത്തെ മാത്രം നിങ്ങൾ എന്തിന് ഇങ്ങനെ പറയുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചാണ് സന്ദീപ് വാര്യർ ഇത്തരത്തിലൊരു കാര്യം ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, മെക്സവനുമായി ബന്ധപ്പെട്ട് ഇത്തരം വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോഴാണ് CPM-നെ പോലൊരു പ്രസ്ഥാനം, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ട് ബാങ്കിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഒന്നും കാണാതെ ഇത് പറയുന്നത് ധന്യക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. പി മോഹനൻ മാഷിന് എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ വിവരങ്ങൾ കിട്ടാതെ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയും എന്നെനിക്ക് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ജയരാജൻ പിന്നെ കേരളം തീവ്രവാദത്തിന്റെ മണ്ണാണ് എന്ന് പറഞ്ഞ് നാക്ക് വായിലിടും മുമ്പ് അദ്ദേഹത്തിന് തിരുത്തേണ്ടി വന്നു. ഞാൻ പണ്ടത്തെ കാര്യമാണ് പറഞ്ഞത്, ഇപ്പോഴത്തെ കാര്യമല്ല എന്ന് അദ്ദേഹം തിരിച്ചു പറയേണ്ടി വന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോ മോഹനൻ മാസ്റ്റർക്ക്. അദ്ദേഹം അത് പറഞ്ഞ് നാക്ക് വായിലിടും മുമ്പ് തന്നെ അദ്ദേഹത്തിന് U-ടേൺ അടിക്കേണ്ട അവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ പാർത്താൻ പറഞ്ഞതുപോലെ ഇതിന്റെ പിന്നിൽ നമ്മളൊന്നും അറിയാത്ത വലിയ ദുരൂഹതകളുണ്ട്. നേരത്തെ നാദാപുരം ഡിഫൻസ് ഫോഴ്സ് ആരംഭിച്ചതുപോലെ ഒരു വ്യായാമ കൂട്ടായ്മയിൽ നിന്നാണ് എങ്കിൽ ഇതും അത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പുതിയ രൂപമായി ഈ വ്യായാമ കൂട്ടായ്മ മാറുന്നു എങ്കിൽ അതിൽ കൃത്യമായ NIA-യുടെ നിരീക്ഷണം ഉണ്ടാകുക തന്നെ വേണം. കാരണം അത് നമ്മുടെ സമൂഹത്തെ ഭിന്നമാക്കാനും ഭിന്നിപ്പിക്കാനുമാണ് എങ്കിൽ അതിലൊരിക്കലും അനുവദിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ 2047 ആവുന്നതോടുകൂടി ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമാക്കാൻ പലരും പല രീതിയിൽ ശ്രമങ്ങൾ നടത്തുന്നു. പലയിടത്തുനിന്നും ഫണ്ടുകൾ വരുന്നു. നമ്മളറിയാതെ പല കൂട്ടായ്മകളും ഉണ്ടാകുന്നു. നമ്മളറിയാതെ കുറെ സംഘടിതമായ കാര്യങ്ങൾ പലരും പലയിടത്തു നിന്നും പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒക്കെ എന്തെങ്കിലും ഒരു കണ്ണിയായി ഈ ഒരു മാക്സമൻ എന്ന് പറയുന്ന ഒരു വ്യായാമ കൂട്ടായ്മ മാറിയാൽ അത് വലിയ ദുരന്തത്തിലേക്ക് തന്നെയാണ് കാര്യം. ഒരു കലാപം വരെ ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തില്ലേ? തീർച്ചയായും. അതായത് ഈ പറയുന്ന സന്ദീപ് വാര്യർ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ്. അതായത് ഈ പറഞ്ഞ CPM-ഉം മോഹനൻ മാഷും ഒക്കെ ഇതിൽ എന്തെങ്കിലുമൊക്കെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ ഇവരുടെ പോലീസ് അല്ലേ ഈ പറയുന്ന സംസ്ഥാനം ഭരിക്കുന്നത്? ഇവരുടെ പോലീസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസ് സംവിധാനം ഒക്കെ എന്ത് നോക്കിയിരിക്കുകയാണ്? ഈ കാര്യം നടപടിയെടുക്കണ്ടേ? അത്തരത്തിൽ നടപടിയെടുക്കാതെ അത്തരത്തിൽ ഒരു കാര്യവും ചെയ്യാതെ ഇങ്ങനെ ഒരു കാര്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇപ്പൊ G. സുധാകരൻ കുറച്ചു മുമ്പ് ഒരു ആലപ്പുഴയിൽ കുറച്ച് ജിഹാദി വൽക്കരണം ഉണ്ട് എന്ന് പറഞ്ഞതേ അദ്ദേഹത്തിന് ഓർമ്മയുള്ളൂ. പിന്നെ അദ്ദേഹം ഏരിയ സമ്മേളനത്തിന് പോലും വിളിക്കപ്പെടാത്ത രീതിയിലേക്കായി പോയി. ഇത്തരത്തിൽ ഈ ഇസ്ലാമികമായ തീവ്രവാദങ്ങൾക്കെതിരെ പറയുന്ന ആളുകളുടെ എല്ലാം സ്ഥിതി ഈ രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും ഈ മെക്സവൻ കൂട്ടായ്മയെ മെക്സവനുമായി ബന്ധപ്പെട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷെ മെക്സവനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ ഇതിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ജനങ്ങളോട് വിളിച്ചു പറയേണ്ടതും ഇവർ തന്നെയല്ലേ? CPM-ന്റെ അതുപോലെ തന്നെ മോഹൻ മാഷുടെയും അതുപോലെ തന്നെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഇത് പറഞ്ഞ ശേഷമാണ് അദ്ദേഹം അറിയുന്നത്. ശരിയാണോ?
അങ്ങനെ മെക്സവൻ ഉണ്ടോ? എന്നാ ഉണ്ടാവും കേട്ടോ, മെക്സവൻ ഉണ്ടാവും. ഇത് കെ സുരേന്ദ്രൻ പറഞ്ഞത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഈ മെക്സവൻ, വളരെ മുമ്പേ തുടങ്ങിയിട്ടുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ. അത് പുള്ളി ഇപ്പോഴാണ് അറിയുന്നത്, മുമ്പേ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അതായത് ഞാൻ പറയട്ടെ, കെ സുരേന്ദ്രന് ഇത്തരത്തിലുള്ള കാര്യത്തിലൊന്നും അല്ല താല്പര്യം. അദ്ദേഹം വേറെ ഏതൊക്കെയോ ലോകത്താണ്. കേരളത്തിൽ നടക്കുന്ന ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ മെക്സവനുമായി ബന്ധപ്പെട്ട് എനിക്ക് സംശയങ്ങളുണ്ട്, പക്ഷേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അത് അന്വേഷണം നടത്തി അന്വേഷണ വിധേയമായതിന്റെ ഭാഗത്ത് പോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയേണ്ടത് ഇവിടുത്തെ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ പി മോഹൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ ഭരിക്കുന്ന പാർട്ടിയുടെ സംവിധാനവുമാണ് എന്ന സന്ദീപ് വാര്യരുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്.